the person or the architect who designed India's nuclear policy അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അപ്പൊ അവിടുന്ന് ബാർക്ക് നിലവിൽ വന്ന വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് ബാർക്ക് നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 54 തന്നെ പറയാവുന്നതാണ്. ഹായ്, എല്ലാവർക്കും സഹാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പോളിസീസ് ഓഫ് ഇന്ത്യ ആണ്. ന്യൂക്ലിയർ പോളിസീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ് ന്യൂക്ലിയർ പോളിസിയും അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂക്ലിയർ പോളിസിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് എന്താണ് ന്യൂക്ലിയർ പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ. അതൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു രാജ്യത്തിൻ്റെ ആണവ സ്രോതസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആണവ ഊർജം എന്ന് പറയുന്നത്, ആണവ ഊർജവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അല്ലെങ്കിൽ ആണവ ആയുധങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകുന്ന കുറച്ച് നിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആണവ പോളിസി അല്ലെങ്കിൽ ന്യൂക്ലിയർ പോളിസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പോളിസിയുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഓരോ രാജ്യത്തെ സംബന്ധിച്ചും ന്യൂക്ലിയർ പോളിസിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ആണവ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ആണവ റിസോഴ്സുകൾ, ന്യൂക്ലിയർ റിസോഴ്സുകൾ സേഫായിട്ട് ഉപയോഗിക്കുക, സേഫായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ആണവ മേഖല അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയുടെ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ഒരു സേഫ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇതിൽ വരുന്നത്, ന്യൂക്ലിയർ പോളിസിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഈ ന്യൂക്ലിയർ പോളിസിയുമായി ബന്ധപ്പെട്ട PSC സ്ഥിരം ചോദിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി ആരെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ആണവ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ദ പേഴ്സൺ ഓർ ദ ആർക്കിടെക്ട് who designed India's nuclear policy അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളൊരു പോയിന്റ് ആണ്, ഓർത്തിരിക്കണം. ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെന്നാ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ ആണവ നയം നടപ്പിലാക്കുന്നതിന് അല്ലെങ്കിൽ ആണവ നയം രൂപീകരിക്കുന്നതിന് നെഹ്റുവിനെ സഹായിച്ച വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമി ജഹാംഗീർ ബാബയാണ്. നെഹ്റുവിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം ആണ്, ഒരു ഔട്ട്പുട്ട് ആണ് എന്തെന്ന് പറയുന്നത് ഈ നമ്മുടെ ന്യൂക്ലിയർ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആണവ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നെഹ്റുവിനെ സഹായിച്ച വ്യക്തിയാണ് ഹോമി ജെ ബാബ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആണവ നയം ആവിഷ്കരിക്കുന്നത് 1940കളിലാണ് ഇന്ത്യയുടെ ആണവ നയം ആവിഷ്കരിക്കുന്നത്. അങ്ങനെ 1948 നമ്മുടെ അറ്റോമിക് എനർജി കമ്മീഷനൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അറ്റോമിക് എനർജി കമ്മീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1948 ആണ്. റിപ്പീറ്റ് ചെയ്യുന്നൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ആണവോർജ കമ്മീഷൻ രൂപീകരിച്ചത്, ആണവോർജ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1948ലാണ്. 1948ലും എന്നാൽ അതിനുശേഷം 1954ലാണ് നമ്മുടെ ആണവോർജ വകുപ്പ് നിലവിൽ വരുന്നതെന്ന് പറയുന്നത്. ഇതും ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നതാണ്, നോട്ട് ചെയ്യേണ്ടതാണ്. ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1954ലാണ്. അതുപോലെ തന്നെ ആണവോർജ വകുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയാം. അപ്പോൾ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ ബാർക്ക് നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാലും 1954ലാണ്. അപ്പോൾ ഈ രണ്ട് വർഷങ്ങൾ ഓർത്തിരിക്കുക. ആണവോർജ കമ്മീഷൻ രൂപീകരിച്ചത് 1948ലാണ്. 1948ലാണ്. അതുപോലെ തന്നെ ആണവോർജ വകുപ്പ് നിലവിൽ വന്നത് 1954ലാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ രൂപീകരിച്ച വർഷം എന്ന് ചോദിച്ചാലും എന്ത് തന്നെ പറയാം? 1954 എന്ന് പറയാം. അപ്പോൾ അവിടുന്ന് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നതാണ് ആണവ നയം നടപ്പിലാക്കുന്നതിന് നെഹ്റുവിനെ സഹായിച്ചത് ഹോമി ജെ ബാബയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ ആണവ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നതും ഹോമി ജെ ബാബയാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ ആരാണ്? ഹോമി ജെ ബാബ.
ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ റിസർച്ച് സ്റ്റേഷൻ, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം എന്ന് പറയുന്നത് ബാർക്ക് അഥവാ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. ബാർക്ക് അഥവാ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. ബാർക്ക് രൂപീകൃതമായത് 1954 ബാർക്ക് രൂപീകൃതമാകുന്നത്. ബാർക്ക് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാർക്കിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നത്, ബാർക്കിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നതും ഹോമി ജെ ബാബ തന്നെയാണ്. ഈ ബാർക്കിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ബാർക്കിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ബാർക്കിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് 54 രൂപീകൃതമായെന്ന് പറഞ്ഞു. അതുപോലെ ബാർക്ക് സ്ഥിതി ചെയ്യുന്നത് ട്രോംബയാണ് കേട്ടോ. ട്രോംബയിലാണ്, മഹാരാഷ്ട്രയിലെ ട്രോംബയിലാണ് ബാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 3 ജാനുവരി 1954. നമ്മൾ പറഞ്ഞ കാര്യമാണ് 54. ഡേറ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വർഷം ചോദിക്കുന്നതാണ്, വർഷം പഠിച്ചു വെക്കണം. 1954 ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ നിലവിൽ വന്നത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വാസ് ഒഫീഷ്യലി ഇനാഗ്രേറ്റഡ് ഓൺ 20 ജാനുവരി 57. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 57 ജവഹർലാൽ നെഹ്റുവാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ ആദ്യ ഡയറക്ടർ അല്ലെങ്കിൽ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്, ബാർക്കിന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഹോമി ജെ ബാബയാണ്. ഹോമി ജെ ബാബയായിരുന്നു ബാർക്കിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ബാർക്കിന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഹോമി ജെ ബാബ. ബാർക്ക് സ്ഥിതി ചെയ്യുന്നത് ട്രോംബെ എന്നുള്ള പോയിന്റ് ചോദിക്കാറുണ്ട്. ബാർക്ക് നിലവിൽ വന്ന വർഷം 1954 എന്നുള്ള പോയിന്റ് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡോക്ട്രൈൻ ഓഫ് ഇന്ത്യ. India's nuclear doctrine is a set of guidelines that outline the country's policy on the development and use of nuclear weapon. അപ്പോൾ ന്യൂക്ലിയർ ഡെവലപ്മെന്റും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ഓഫ് ഗൈഡ്ലൈൻസ് ആണ് നമ്മുടെ ഇന്ത്യസ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ എന്നറിയപ്പെടുന്നത്. അപ്പം this is the nuclear policy of India. It is came into force on, നിലവിൽ വന്നത് 4 ജാനുവരി 2003 അപ്പം ന്യൂക്ലിയർ ഡോക്ട്രൈൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 2003 ജനുവരി 4, 2003 ആണ്. ഓക്കെ, ഇറ്റ്സ് കൺസെപ്റ്റ് ഈസ് ടു നോ ഫസ്റ്റ് യൂസ്, അല്ലെങ്കിൽ NFU, നോ ഫസ്റ്റ് യൂസ്. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെയും, അല്ലെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെയും ആദ്യം ഉപയോഗിക്കില്ല? ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല. ഇന്ത്യക്കെതിരെ ആരെങ്കിലും ആണവായുധമോ അതുപോലുള്ള സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ അതുപോലെ ത്രെട്ടനിങ് ആയിട്ടുള്ള ആയുധങ്ങളോ, ബയോളജിക്കൽ വെപ്പൺസ്, അല്ലെങ്കിൽ അതുപോലെ ത്രെട്ടനിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ആണവായുധം ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളായിട്ട് ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം അയച്ചുവിടുകയോ അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുകയോ ചെയ്യില്ല. ആ ഒരു സാഹചര്യമാണ് ഈ ഒരു കഴിഞ്ഞ നമ്മൾ കണ്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ളൊരു, അവിടെ പോലും നമ്മൾ സമീപനം പാലിച്ചത്. നമുക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്നൊക്കെ പല വെല്ലുവിളികളും നടത്തി. പക്ഷെ നമ്മൾ അതിലൊന്നും പ്രകോപിതരായില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിന്, അതിൽ എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലും ഒരു രാജ്യത്തിനെതിരെയും ഇന്ത്യ ആദ്യമായിട്ട് അങ്ങോട്ട് ആണവായുധം ഉപയോഗിക്കില്ല. മറിച്ച് നമുക്കെതിരെ ആണവായുധം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ആണവായുധം ഉപയോഗിക്കുക. അതാണ് നമ്മുടെ ഡോക്ട്രൈൻ പോളിസി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ്, നോ യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ അഗെയിൻസ്റ്റ് നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്. അതായത് ആണവ ശക്തി അല്ലാത്തൊരു രാജ്യത്തിനെതിരെ ഒരിക്കലും ആണവായുധം ഉപയോഗിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക്. പിന്നെ അടുത്ത മാസീവ് റിറ്റലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോളിസി എന്ന് പറയുന്നത് മാസീവ് റിറ്റലേഷൻ ഈവൻ ഇൻ വാർ ടൈം ഇന്ത്യ വിൽ യൂസ് ന്യൂക്ലിയർ വെപ്പൺ ഇൻ റിട്ടേൺ ഓൺലി ഇഫ് എ കൺട്രി യൂസസ് ന്യൂക്ലിയർ വെപ്പൺ അഗെയിൻസ്റ്റ് ഇന്ത്യ. അതായത് ഇന്ത്യക്കെതിരെ ആരെങ്കിലും ആണവായുധം, ഏതെങ്കിലും രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ ഏതെങ്കിലും രാജ്യം ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് പകരമായി ഇന്ത്യ തിരിച്ച് ആണവായുധം ഉപയോഗിക്കുകയുള്ളൂ. ബേസ്ഡ് ഓൺ ദിസ്, ദ കമാൻഡിംഗ് അതോറിറ്റി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി. അപ്പോൾ ഇൻ ഇന്ത്യ, ബേസ്ഡ് ഓൺ ദിസ് കമാൻഡിംഗ് അതോറിറ്റി കെയിം ദാറ്റ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഘടകങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന, അപ്പോൾ ഈ ആണവായുധം ഉപയോഗിക്കുക അല്ലെങ്കിൽ ആണവ സ്രോതസ്സുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിലവിൽ വന്ന കമാൻഡിംഗ് അതോറിറ്റിയാണ് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി അഥവാ NCA എന്ന് പറയുന്നത്. ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി അഥവാ NCA. അപ്പോൾ ഈ NCA എന്ന് പറയുന്നത് ഒരു രണ്ട് തട്ടുകളായിട്ട് പ്രവർത്തിക്കുന്നൊരു കമ്മിറ്റിയാണ് NCA എന്ന് പറയുന്നത്. ദ NCA ഡീൽസ് വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ
ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ ആൻഡ് ഗിവിംഗ് ഓർഡേഴ്സ് റിലേറ്റഡ് ടു ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പോൾ ആണവായുധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും അത് നിയന്ത്രിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഓർഡേഴ്സ് നൽകുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ NCA ആണ്. അപ്പോൾ NCAയെ സംബന്ധിച്ച് രണ്ട് ഘടകങ്ങളുണ്ട്, രണ്ട് പാർട്സ് ഉണ്ട് NCA എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് ഒരിക്കലും നമുക്ക് യുദ്ധത്തെയോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഘടകങ്ങളാണ് NCAയ്ക്കുള്ളത്. അതിൽ ആദ്യത്തെ കൗൺസിൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൗൺസിലാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൗൺസിലാണ്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പൊളിറ്റിക്കൽ കൗൺസിലിൻ്റെ തലവൻ എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ തലവൻ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ NSAയ്ക്ക് രണ്ട് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. പൊളിറ്റിക്കൽ കൗൺസിലുണ്ട്. പൊളിറ്റിക്കൽ കൗൺസിലിൻ്റെ തലവൻ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററും എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ തലവൻ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമാണ്. പിന്നെ നോക്കിയേ, ദ ന്യൂക്ലിയർ വെപ്പൺസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കൗണ്ടർ അറ്റാക്ക്. If biological or chemical weapons are used against in India or Indian soldiers. അപ്പോൾ ഇന്ത്യക്കെതിരെ ബയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും, ജൈവ അല്ലെങ്കിൽ രാസ ആയുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും രാജ്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്? ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇതുവരെയും ഇന്ത്യ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ന്യൂക്ലിയർ വെപ്പൺസ് ഒരു രാജ്യത്തിനെതിരെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കത്തുള്ളൂ. കാരണം അത് അതുപോലെ വിനാശകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ മാറ്റും. അല്ലെങ്കിൽ ഒരുപാട് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നത് ആ ഒരു സമയം കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഭാവി തലമുറയെ പോലും 2-3 തലമുറയ്ക്ക് അല്ലെങ്കിൽ 3-4 തലമുറയ്ക്ക് പോലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം ജപ്പാനിൽ സംഭവിച്ച ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ എന്താ പറയുക, ഒരു ഡെഡ്ലി വെപ്പണാണ് അല്ലെങ്കിൽ അതുപോലെ ഡിസാസ്റ്റർസ് ആയിട്ടുള്ളൊരു വെപ്പണാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ദ ഗോൾ ഓഫ് ഗ്ലോബൽ ന്യൂക്ലിയർ ഡിസർവ്മെൻറ്റ് ആണ് അടുത്ത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. പൊളിറ്റിക്കൽ കൗൺസിലുണ്ട്. പൊളിറ്റിക്കൽ കൗൺസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. രണ്ടാമതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ന്യൂക്ലിയർ കൗണ്ടർ അറ്റാക്ക് മാത്രമല്ല, ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചാൽ മാത്രമല്ല കൗണ്ടർ അറ്റാക്ക് നമുക്ക് എന്ത് ഉപയോഗമുള്ള പ്രൊവിഷൻ ഉള്ളത്? നമുക്കെതിരെ ബയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചാൽ പോലും നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസ് നമുക്ക് ഉപയോഗിക്കാൻ പ്രൊവിഷൻ ഉള്ളതാണ്. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസിനെ കുറിച്ച് കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഉണ്ട്, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശാസ്ത്രിയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ന്യൂക്ലിയർ പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ 3 ഘട്ടങ്ങളായിട്ട് നമ്മുടെ ന്യൂക്ലിയർ പോളിസി നടപ്പിലാക്കിയത്, ഇന്ത്യയുടെ ആണവ നയം നടപ്പിലാക്കിയത് 3 ഫേസസ് ആയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1947 മുതൽ 1974 വരെയായിരുന്നു ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് ഹു ലെഡ് ഇറ്റ് വേർ ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നമ്മുടെ ആണവ നയം നടപ്പിലാക്കി, ഒന്നാം ഘട്ടം ആണവ നയം നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിരുന്ന ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി എന്നിവരായിരുന്നു. ഈ ഫസ്റ്റ് ഫേസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് ഫസ്റ്റ് ഫേസ് ഈസ് ടു ഡെവലപ്പ് എ പീസ്ഫുൾ ന്യൂക്ലിയർ പ്രോഗ്രാം ഇൻ ഇന്ത്യ. To develop a peaceful nuclear program in India. അപ്പോൾ the objective of first phase is to develop a peaceful nuclear program in India. And second phase, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1974 മുതൽ 1998 വരെയാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് ഓഫ് ഇന്ത്യസ് ന്യൂക്ലിയർ പോളിസീസ് 1974 to 1998 ആണ്. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു ഡെവലപ്പ് ന്യൂക്ലിയർ വെപ്പൺസ്. ആണവായുധങ്ങൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ ആണവ നയത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ടു ഡെവലപ്പ് എ പീസ്ഫുൾ ന്യൂക്ലിയർ പ്രോഗ്രാം ഇൻ ഇന്ത്യ, ആൻഡ് ദ സെക്കൻഡ് ഫേസ് ഫോക്കസ്ഡ് ഓൺ ടു ഡെവലപ്പ് ന്യൂക്ലിയർ വെപ്പൺസ്. തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ, തേർഡ് ഫേസ് എന്ന് പറയുന്നത് 98 ശേഷമാണ്. 98 ശേഷമുള്ള കാലഘട്ടമാണ് ഇന്ത്യൻ ന്യൂക്ലിയർ പോളിസിയുടെ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യ ഈസ് എമർജിംഗ് ആസ് എ ന്യൂക്ലിയർ പവർ. ഒരു ആണവ ശക്തിയായി ഇന്ത്യ വികസിച്ചു വരികയാണ് 98 ശേഷം ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഈ
98 ശേഷം പോലും അല്ലെങ്കിൽ 98 കൂടി തന്നെ നമുക്ക് പല ആണവ ടെക്നോളജീസും അല്ലെങ്കിൽ പല ആണവ വെപ്പൺസും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെങ്കിലും പല വികസിത രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ പോലും ഇന്ത്യയെ ഒരു ആണവ ശക്തിയായിട്ട് അംഗീകരിക്കുന്നത് 2009 ശേഷമാണ്. 2009 കൂടിയാണ് ഇന്ത്യ ഒരു ആണവ ശക്തിയായി അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ പോളിസിക്ക് 3 ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും 2009 കൂടിയാണ് പല വികസിത രാജ്യങ്ങളും ഇന്ത്യയെ ഒരു ആണവ ശക്തിയായി കാണാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ അതിനുശേഷം ഈ 2009 ശേഷമുള്ള ഒരു ഘട്ടം അല്ലെങ്കിൽ 4ാമത്തെ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 4th ഫേസിലാണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നതെന്ന് വേണേൽ പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫേസ് 1നെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫേസ് 1 ഇതായിരുന്നു. ഫേസ് 1മായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയുടെ ഫേസ് 1ൽ 1948 നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ. അറ്റോമിക് എനർജി കമ്മീഷൻ 1948 രൂപീകൃതമാകുകയാണ്. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഹോമി ജെ ബാബയാണ്. 1948 മുതൽ 66 വരെയാണ് അദ്ദേഹം അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ചെയർമാനായി വരുന്നത് അറ്റോമിക് എനർജി കമ്മീഷന്റെ സെക്കൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. 1966 മുതൽ 1971 വരെയാണ് വിക്രം സാരാഭായി അറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ഹോമി ജെ ബാബ, സെക്കൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. തേർഡ് ചെയർമാൻ എന്ന് പറയുന്നത് എച്ച്.എൻ. സേത്നയാണ്. 72 മുതൽ 83 വരെയായിരുന്നു അദ്ദേഹം അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അപ്പം അറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന അല്ലെങ്കിൽ അധ്യക്ഷന്മാരായിരുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഹോമി ജെ ബാബ, വിക്രം സാരാഭായ്, എച്ച്.എൻ. സേത്ന എന്ന് പറയുന്നു. ദ ചെയർമാൻ ഓഫ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ വെൻ ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് വാസ് കണ്ടക്ടർ. ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണം നടന്നപ്പോൾ, ഒന്നാമത്തെ അണുപരീക്ഷണം നമ്മൾ നടത്തിയത്, ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണം നടന്നത് 1974ലാണ്. 1974ലാണ് ഒന്നാം അണുപരീക്ഷണം നടക്കുന്നത്. അപ്പോൾ ഒന്നാം അണുപരീക്ഷണം നടന്നപ്പോൾ ഇന്ത്യയുടെ ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എച്ച്.എൻ. സേത്നയാണ്. ഇന്ത്യയുടെ ഒന്നാം ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഒന്നാം അണുപരീക്ഷണം നടക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞ എച്ച്.എൻ. സേത്നയായിരുന്നു. ഒന്നാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ രാജാ രാമണ്ണ എന്ന് പറയുന്നത്. അദ്ദേഹം 4ാമത്തെ ചെയർമാൻ ആയിരുന്നു. അറ്റോമിക് എനർജി കമ്മീഷന്റെ 4ാമത് ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജാ രാമണ്ണ എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒന്നാം അണുപരീക്ഷണത്തിന്റെ തലവനായിരുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ രാജാ രാമണ്ണ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നാം അണുപരീക്ഷണത്തിന്റെ തലവനായിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും അത് തന്നെയാണ് ഡോക്ടർ രാജാ രാമണ്ണയാണ്. The current chairman of Indian Atomic Energy Commission, is Ajit Kumar Mohanty ആണ്. Ajit Kumar Mohanty is the current chairman of Indian Atomic Energy Commission. അപ്പോൾ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് അജിത് കുമാർ എ.കെ. മൊഹന്തിയാണ്. എ.കെ. മൊഹന്തി അഥവാ അജിത് കുമാർ മൊഹന്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പം നമ്മുടെ ഫസ്റ്റ് ഫേസിൽ നടന്ന ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം പീസ്ഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫേസ് ഓഫ് ന്യൂക്ലിയർ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ഫലമായി അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ചു. അറ്റോമിക് എനർജി കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചെയർമാൻമാർ ആരൊക്കെയാ എന്നുള്ളതായിട്ട് നമ്മൾ കണ്ടു. അതിൽ രണ്ടാമത്തെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 1954 അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ട്രോംബെ. അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ട്രോംബെയിൽ, മഹാരാഷ്ട്രയിലെ ട്രോംബെയിൽ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് 1954ലാണ്. ഈ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പിന്നീട് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പിന്നീട് പുനർനാമകരണം ചെയ്തത്. അപ്പൊ അവിടുന്ന് ബാർക്ക് നിലവിൽ വന്ന വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയാൻ പറ്റും നമുക്ക്. ബാർക്ക് നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 54 തന്നെ പറയാവുന്നതാണ്. ഇറ്റ് വാസ് റീനെയിംഡ് ആസ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹോമി ജെ ബാബ ഇൻ 1967. ഹോമി ജെ ബാബയുടെ മരണശേഷം അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ഏത് പേരിൽ പുനർനാമകരണം ചെയ്തു? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന പേരിലേക്ക് അല്ലെങ്കിൽ പേര് മാറ്റി. Today, this institution functions under the Atomic Energy Commission. അപ്പോൾ ബാർക്ക് എന്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആണവോർജ കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു റിസർച്ച് ഗവേഷണ സ്ഥാപനമാണ് എന്ന് പറയുന്നത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത്. അറ്റോമിക് എനർജി കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, അപ്പോൾ 54 ബാർക്ക് വന്നു. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 3rd August 1954. 3rd January 54 അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്, 3rd August 1954 ആണവോർജ വകുപ്പ് നിലവിൽ വന്നത്. 54 വർഷം തന്നെ എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കണം. അടുത്തതിലേക്ക് നമുക്ക് പോകാം, അടുത്ത കാര്യങ്ങളിലേക്ക്.
ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയെ കുറിച്ച് പറയുമ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി രൂപീകരിച്ചത് August 3, 1954 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതിന്റെ ആദ്യ തലവനായിരുന്നത് ആണവോർജ്ജ വകുപ്പിന്റെ ആദ്യ ഹെഡ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആണവോർജ്ജ വകുപ്പ് രൂപീകരിക്കുന്നത് പറഞ്ഞു. ആസ്ഥാനം എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ്, ആണവോർജ്ജ വകുപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര മുംബൈയിലാണ് ആണവോർജ്ജ വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയാണ്. 2 ഓർഗനൈസേഷൻസ് കംസ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 2 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ് അറ്റോമിക് എനർജി കമ്മീഷൻ. ഫസ്റ്റ് വൺ ഈസ് അറ്റോമിക് Energy Commission and the second one is Atomic Energy Regulatory Board അഥവാ AERB, Atomic Energy Regulatory Board. അപ്പോൾ Atomic Energy Commissionനും Atomic Energy Regulatory Boardും ഇവ രണ്ടും ഏത് മിനിസ്റ്റർക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 2 ഓർഗനൈസേഷൻസ് ആണ്. ഓക്കെ, അതിലേക്ക് വരുമ്പം ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ മോട്ടോ തന്നെ ഇവിടെ ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ എന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ മോട്ടോ അഥവാ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ ഇസ് ദ മോട്ടോ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. അത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ ഇസ് ദ മോട്ടോ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. അടുത്തത് ഡോക്ടർ രാജാ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ രാജാ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി RRCAT ആണ്. രാജാ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ്. രാജാ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ രാജാ രാമണ്ണയോടുള്ള സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ്. 1984 ഇത് രൂപീകരിച്ചത്. 84 ഫെബ്രുവരിയിലാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് രാജാ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. രാജാ രാമണ്ണയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജാ രാമണ്ണ എന്ന് പറയുന്നത്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവാണ് ഡോക്ടർ രാജാ രാമണ്ണ. ഓക്കെ, ആ 2 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണേ. നിലവിൽ വന്ന വർഷവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വർഷം രാമണ്ണ സെന്ററിനെ കുറിച്ച് ചോദിച്ചിട്ടില്ലെങ്കിലും ഇൻഡോർ എന്ന പോയിന്റ് ഓർത്ത് വെക്കണം. രാജാ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അഥവാ ബാർക്ക് ആണ് 1954 രൂപീകൃതമായി. ബാർക്ക് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1954 എന്ത് രൂപീകൃതമായത്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ നിലവിൽ വന്നത് 1954 ജനുവരി 3 സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാർക്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ട്രോംബയാണ്. മഹാരാഷ്ട്രയിലെ ട്രോംബയിലാണ് ബാർക്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ആദ്യകാല നാമം എന്ന് പറയുന്നത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ബാർക്കിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതാണ് ബാർക്കിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത്. 1967 പുനർനാമകരണം ചെയ്തത്. ഇറ്റ് വാസ് റീനെയിംഡ് ഇൻ 1967 ആസ് ബാർക്ക്. അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് പുനർനാമകരണം ചെയ്ത 1967 ഹോമി ജെ ബാബയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മരണശേഷം 1967 ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് പുനർനാമകരണം ചെയ്യപ്പെട്ടെന്ന് പറയുന്നു. അപ്പോൾ പുനർനാമകരണം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റിനെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് പുനർനാമകരണം ചെയ്തത്. ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ബാർക്കിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹോമി ജെ ബാബയാണ്. ബാർക്കിന്റെ ആദ്യ ഡയറക്ടറും ആണവോർജ്ജ കമ്മീഷന്റെ ആദ്യ ചെയർമാനും എല്ലാം ആര് തന്നെയാണ്? ഹോമി ജെ ബാബ തന്നെയാണ് ബാർക്കിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നതും ആണവോർജ്ജ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നതും. ഇപ്പൊ ബാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ബാർക്കിന്റെ നിലവിലെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രസന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് വിവേക് ഭാഷൻ ആണ്. നിലവിലെ ഡയറക്ടർ എന്ന് പറയുന്നത് വിവേക് ഭാഷൻ ഇസ് ദ പ്രസന്റ് ഡയറക്ടർ ഓഫ് ബാർക്ക്, ദ ലാർജസ്റ്റ് അറ്റോമിക് റിസർച്ച് സെന്റർ ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ആണവ ഗവേഷണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗവേഷണ സ്ഥാപനമാണ് ബാർക്ക് എന്ന് പറയുന്നത്. ആണവ ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്ന ഏതാണ്? ബാർക്കാണ്. അപ്പോൾ ബാർക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിസർച്ച് സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ സ്ഥാപനമാണ് ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്കിന്റെ മോട്ടോയും ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ. ആണവോർജ്ജ വകുപ്പിന്റെ മോട്ടോയും സെയിം തന്നെയാണ്. മോട്ടോ ഓഫ് ബാർക്ക് എന്ന് പറയുന്നത് ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ ആണ്. അപ്പോൾ ബാർക്കിന്റെ കീഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ എന്ന് പറയുന്നത് അപ്സരയാണ് കേട്ടോ. ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? അപ്സരയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? അപ്സരയാണ്. അപ്സര നിലവിൽ വന്നത് ട്രോംബയിലാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോംബയിലാണ്. ബാർക്കിന് കീഴിൽ അപ്സര മാത്രമല്ല, ബാർക്കിന്റെ കീഴിൽ
പല ഗവേഷണ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഗവേഷണ റിയാക്ടറുകൾ, പല റിസർച്ച് റിയാക്ടറുകൾ ബാർക്കിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ബാർക്കിന് കീഴിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് റിയാക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ റിസർച്ച് റിയാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതുണ്ട്. പൂർണിമ 1, പൂർണിമ 2, പൂർണിമ 3, സിറസ്, അപ്സര യു, ധ്രുവ, സെർലിന, ഇതൊക്കെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് റിയാക്ടറുകളാണ്. ദെൻ റിയാക്ടർ റിസർച്ച് സെന്റർ അഥവാ RRC ആണ് അടുത്തെന്ന് പറയുന്നത്. റിയാക്ടർ റിസർച്ച് സെന്റർ നിലവിൽ വന്നത് 1971 1971 റിയാക്ടർ റിസർച്ച് സെന്റർ രൂപീകരിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന കൽപ്പാകം, തമിഴ്നാട്ടിലെ കൽപ്പാകത്താണ് റിയാക്ടർ റിസർച്ച് സെന്റർ രൂപീകരിച്ചത്. ഇറ്റ് വാസ് റീനെയിംഡ് ആസ്. അപ്പോൾ RRC 71 രൂപീകരിച്ചെങ്കിലും പിന്നീട് അത് പുനർനാമകരണം ചെയ്യപ്പെട്ട് മറ്റൊരു പേരിലേക്ക്, നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടായിരിക്കും, IG കാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം RRC അഥവാ റിയാക്ടർ റിസർച്ച് സെന്റർ 1971 നിലവിൽ വന്നു, കൽപ്പാകത്താണ്. ഇറ്റ് വാസ് റീനെയിംഡ് ആസ് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് ഇൻ 1985. 1985 അതിനെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എന്ന് പുനർനാമകരണം ചെയ്തു. ആരാണ്? രാജീവ് ഗാന്ധി മന്ത്രിസഭ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആണ് ഇതിനെ RRC എങ്ങനെ പുനർനാമകരണം ചെയ്തത്? ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എന്ന് പുനർനാമകരണം ചെയ്തത്. ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ RRC അല്ലെങ്കിൽ IG കാറുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ കാമിനി എന്ന് പറയുന്ന റിയാക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണ് എന്ന് പറയുന്നത് കാമിനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് ആണ്. നിലവിൽ വന്നത് 1941 ആസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ചിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പഴയകാല നാമം എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ഡിവിഷൻ ഓർ അറ്റോമിക് മിനറൽസ് ഡിവിഷൻ അല്ലെങ്കിൽ റയർ മിനറൽസ് സർവേ യൂണിറ്റ് എന്നൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ഇത് അറിയപ്പെടുന്നത്. റോ മെറ്റീരിയൽസ് ഡിവിഷൻ, അറ്റോമിക് മിനറൽസ് ഡിവിഷൻ ഓർ റയർ മിനറൽസ് സർവേ യൂണിറ്റ് എന്നിങ്ങനെയാണ് അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ചിന്റെ ആദ്യകാല നാമം അല്ലെങ്കിൽ പഴയ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്നത്. അപ്പം ഈ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട എക്സ്പ്ലോറേഷനും അല്ലെങ്കിൽ അതിന്റെ മൈനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തത് VECC അഥവാ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ ആണ്. VECC അഥവാ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 1977 സ്ഥാപിതമായത്. വിക്രം സാരാഭായി ആണ് VECC സ്ഥാപിച്ചതെന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കണ്ടക്ട് റിസർച്ച് ഇൻ എക്സ്പെരിമെന്റൽ ന്യൂക്ലിയർ ഫിസിക്സ്, റേഡിയേഷൻ ഡാമേജ് സ്റ്റഡീസ്, ഐസോട്ടോപ്പ് പ്രൊഡക്ഷൻ ഫോർ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എന്നിവയാണ് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്ററിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻ 1990 ദ സെന്റർ ബിക്കേം ആൻ ഇൻഡിപെൻഡന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. 1999 ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ച് സെന്റർ ആയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആയിട്ട് എന്ത് പ്രഖ്യാപിച്ചു? വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ മാറി. അപ്പോൾ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1977 പഠിച്ചു. സ്ഥാപിച്ചത് വിക്രം സാരാഭായി ആണ് കേട്ടോ. വിക്രം സാരാഭായി ആണ് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ സ്ഥാപിച്ചതെന്ന് പറയുന്നത്. അടുത്തത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അല്ലെങ്കിൽ IAEA ആണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് സീക്സ് ടു പ്രൊമോട്ട് ദ പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി ആൻഡ് പ്രിവെന്റ് ദ യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ഫോർ മിലിറ്ററി പർപ്പസ്. അപ്പോൾ ആണവ ആയുധങ്ങളുടെ ദുരുപയോഗങ്ങളൊക്കെ തടയുക അതിന് എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. 1957 ജൂലൈ 29 ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നിലവിൽ വന്നത്. ഇത് പഠിച്ചു വെക്കണേ. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നിലവിൽ വന്നത് 1957. ഇന്ത്യ അംഗമായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ ഇന്ത്യ അംഗമായതും അതേ വർഷം തന്നെയാണ് 1957. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നിലവിൽ വന്നത് 1957. അപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി രൂപീകൃതമായത് 1957 പറഞ്ഞു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ ഇന്ത്യ അംഗത്വം
നേടിയത് അല്ലെങ്കിൽ ഇന്ത്യ അംഗമായ വർഷം എന്ന് ചോദിച്ചാലും 1957 റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ വർഷം പലപ്പോഴും ചോദിക്കുന്നതാണ്, ഇന്ത്യ അംഗമായ വർഷം എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിനകത്ത്, ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി, പ്രയോജനം ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. തീർന്നിട്ടില്ല, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്